വളരെ വളരെയധികം ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നതെങ്കിലും 100 ദിവസങ്ങളോളം എടുത്തു റാമിനെ അറസ്റ്റ് ചെയ്യാൻ. അവൻ്റെ കിരാതമായ ആ പ്രവൃത്തിയാൽ എൻ്റെ മകൻ സംശയാസ്പദമായി കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ കൊല ചെയ്യപ്പെട്ടു. ഇതിന് പിന്നിൽ വീണ്ടും അധ്യാപകരുണ്ട്. പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നടന്ന ഇൻസിഡൻറ്റിൽ ആരൊക്കെയാണോ പങ്കെടുത്ത അവരെല്ലാം പ്രതികളാണ്. അവരെ പുറത്തു കൊണ്ടുവരാനാണ് ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ ഞങ്ങൾ പോകുന്നത്. കാരണം ഒരു പ്രതി വന്നിട്ട് കാര്യമില്ല, മറ്റുള്ള എല്ലാ പ്രതികളും പുറത്തു കൊണ്ടുവരണം. എൻ്റെ മകൻ പഠിച്ചിറങ്ങി നല്ല ഡോക്ടറായി പോകാൻ ആഗ്രഹിച്ച എൻ്റെ പ്രിയപ്പെട്ട മകനാണ്. അവനെ അവർ കൊന്നു തള്ളി. നിങ്ങൾ ചാനലിലും പത്രങ്ങളിലും എഴുതുന്നത് പോലെയല്ല, ആത്മഹത്യയല്ല, കൊലപാതകമാണ്. അത് വ്യക്തമായ കാരണങ്ങളും തെളിവുകളുമുണ്ട്. ഇന്ന് വരയ്ക്കും അവർ ഒരു വീഡിയോ ക്ലിപ്പിങ്ങുകൾ പോലും പുറത്തു വിട്ടിട്ടില്ല. വീണ് കിടക്കുന്നു എന്ന് പറയുന്നു. ആര് കൊന്നു തള്ളി എന്നാണ് ചോദ്യം, പിതാവിൻ്റെ ചോദ്യം രോദനത്തോടെയുള്ള. എൻ്റെ മകനെ ഒരിക്കലും അവൻ ആത്മഹത്യ ചെയ്യൂല. ചാടി മരിച്ചുവെന്ന് പത്രങ്ങളിലും മാധ്യമങ്ങളിലും കൊട്ടിഘോഷിക്കുന്നു. ചാടി മരിച്ചല്ല, കൊന്നുകൊണ്ടിട്ടതാണ്.